കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചില ഡെഫിനിഷൻസ് കണ്ടിരുന്നു. So we defined when is a set said to be bounded above and when it is bounded below. Then we defined when is an element be an upper bound and when it be a lower bound. പിന്നെ അതിനുശേഷം നമ്മൾ സുപ്രീമോ ഇൻഫിമം ഡിഫൈൻ ചെയ്തു. സുപ്രീമം is the least upper bound and infimum is the greatest lower bound. സോ ഇനി ഇവിടെ നമ്മൾ തുടർന്ന് രണ്ട് ഡെഫിനിഷനും കൂടെ കാണാൻ പോവാണ്. So we define what is called the maximum and minimum of a set. Okay. A real number a0 is a maximum of the set A if a0 belongs to A and a0 greater than or equal to A for every A belongs to A. So നോക്കുക, so a real number a0 is said to be a maximum of the set A. രണ്ട് കണ്ടീഷൻ ഉണ്ട് അല്ലേ? ഒന്ന്, a0 should be a member of A, should be an element of A, and a0 should be greater than or equal to A for all A belongs to A. ഇപ്പോൾ മാക്സിമം എന്ന് പറയുമ്പോൾ എ എന്ന് പറഞ്ഞ സെറ്റിൻ്റെ മാക്സിമം എന്ന് പറയണമെങ്കിൽ എയിലുള്ള എല്ലാ എലമെൻസിനേക്കാളും വലുതുമായിരിക്കണം, എയിലും ഉണ്ടായിരിക്കണം. ഓക്കെ, സോ കറസ്പോണ്ടിംഗ്ലി നമുക്ക് മിനിമം ഡിഫൈൻ ചെയ്യാം. റിയൽ നമ്പർ a1 is a minimum of the set A if a1 belongs to A and a1 is less than or equal to A for all A belongs to A. Okay, so hope you understood the difference between the maximum and minimum of a set. Okay, so നമ്മൾ ഇത്രയും പറഞ്ഞ ഡെഫിനിഷനെ നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം. രണ്ട് എക്സാമ്പിൾ ഉപയോഗിച്ച് നമുക്കതിനെ റീക്യാപ്പ് ചെയ്യാം. സോ ഞാനിപ്പോൾ രണ്ട് എക്സാമ്പിൾ നിങ്ങൾക്ക് തരികയാണ്. ഒന്നാമത് ഓപ്പൺ ഇൻ്റർവൽ 0-s and then what a closed interval 0-2. Now open interval 0-2ൻ്റെ ഡെഫിനിഷൻ എന്താണ്? It is set of all x belongs to R such that 0 less than x less than 2 അല്ലേ? സോ റിയൽ നമ്പറിൻ്റെ ഒരു സബ്സെറ്റാണ് ഇൻ്റർവൽ ഓപ്പൺ 0-2. എന്നാൽ അവിടെ 0യും 2യും ഇല്ല എന്നതേ ഉള്ളൂ. എന്നാൽ ക്ലോസ്ഡ് ഇൻ്റർവൽ 0-2 എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഓൾ x belongs to R such that 0 less than or equal to x less than or equal to 2, റൈറ്റ്? അവിടെ 0യും 2യും ഇൻക്ലൂഡഡ് ആണ്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ബൗണ്ടഡ് എബവ് ആണോ? 0-2 എന്ന് പറയുന്നത് ബൗണ്ടഡ് എബവ് ആണ്, ബൗണ്ടഡ് ബിലോയുമാണ്, റൈറ്റ്? This is bounded above and it is bounded below. Same is the case with closed interval. It is bounded above and it is bounded below. Okay, now what are the upper bounds of open 0-2? Any number, any real number greater than or equal to 2 is an upper bound അല്ലേ? ലോവർ ബൗണ്ടോ? any real number less than or equal to 0 is a lower bound of open interval 0-2. അതുകൊണ്ടാണ് അതിനെ ബൗണ്ടഡ് എബവ് എന്നും ബൗണ്ടഡ് ബിലോ എന്നും നമ്മൾ പറയുന്നത്. ഇവിടെ അത് തന്നെയാണ്, റൈറ്റ്? സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റും any real number greater than or equal to 2 is an upper bound, any real number less than or equal to 0 is a lower bound. Now the third point is, can we say that it has a supremum? What is a supremum of 0-2? ഓപ്പൺ 0-2 അതെന്ന് പറയുന്നത് 2 ആണ്. വാട്ട് അബൌട്ട് ഹിയർ? 0-2 എന്ന് പറയുന്നത് 2 ആണ്. വാട്ട് അബൌട്ട് ദ ഇൻഫിമം ഓഫ് 0-2? അത് 0 ആണ്. ഇവിടെ ഇൻഫിമം ഓഫ് 0-2 എന്താണ്? അതും 0 ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡസ് ദിസ് ഹാവ് എ മാക്സിമം ആൻഡ് മിനിമം? ഈ സെറ്റിന് മാക്സിമമോ മിനിമമോ ഉണ്ടോ? ഇല്ല. Open interval 0-2 has no maximum and minimum. 2 നമുക്ക് മാക്സിമം ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം 2 ആ സെറ്റിൽ ഇല്ല. എന്നാൽ വാട്ട് അബൌട്ട് ക്ലോസ്ഡ് ഇൻ്റർവൽ 0-2? It has
maximum and minimum, right? Because 2 എന്ന് പറയുന്നത് മാക്സിമം ആണ്, 0 എന്ന് പറയുന്നത് മിനിമം ആണ്. സോ ഇവിടുത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സെറ്റിന് സുപ്രീമം എക്സിസ്റ്റ് ചെയ്യാം, എന്നാൽ ആ സുപ്രീമം മാക്സിമം ആകണമെന്നില്ല. അതേപോലെ ഒരു സെറ്റിന് ഇൻഫിമം എക്സിസ്റ്റ് ചെയ്യാം, എന്നാൽ ആ ഇൻഫിമം മിനിമം ആകണമെന്നുമില്ല. ഓക്കെ ഓക്കെ ഇനി നമ്മൾ ആക്സിയം ഓഫ് കംപ്ലീറ്റ്നെസ്, ഒരു ഇമ്പോർട്ടൻ്റ് റിസൾട്ടിലേക്ക് വരികയാണ്. ഓക്കെ സോ അപ്പോൾ ഈ ആക്സിയം ആക്ച്വലി റിയൽ നമ്പേഴ്സ് എങ്ങനെയാണ് റാഷണൽ നമ്പേഴ്സിനേക്കാളും സ്പെഷ്യൽ ആകുന്നത് എന്ന് നമുക്ക് ഈ ആക്സിയത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇതൊരു ആക്സിയം ആയതുകൊണ്ട് ഇതിനൊരു പ്രൂഫ് കാണത്തില്ല, ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് തന്നെ അത് ഒബ്വിയസ് ആയിരിക്കും. സോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഇറ്റ് സേസ് എവരി non-empty subset of a real number that is bounded above has a greatest lower bound. That means it has a supremum in R. ഇതാണ് axiom of completeness of real numbers. So what does it say? It say every non-empty subset of a real number that is bounded above has a greatest lower bound in R. So അതിൻ്റെ അർത്ഥം മൂന്ന് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതായത് ഒരു സബ്സെറ്റ് എ ആണ് സബ്സെറ്റ് എന്ന് വിചാരിക്കുക, അത് നോൺ എംപ്റ്റി ആയിരിക്കണം, അത് റിയൽ നമ്പറിൻ്റെ സബ്സെറ്റ് ആയിരിക്കണം, അത് ബൗണ്ടഡ് എബവും ആയിരിക്കണം. ഇത് മൂന്നും ആണെങ്കിൽ then there will be a greatest lower bound in R. എന്ന് വെച്ചാൽ there exists S in R such that S is equal to supremum of A. ഇതാണ് ആക്സിയം ഓഫ് കംപ്ലീറ്റ്നെസ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോഴൊരു കാര്യം ഓർക്കണം, ഒരു സെറ്റിൻ്റെ സുപ്രീമം ആ സെറ്റിൽ തന്നെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഈ ആക്സിയം ഓഫ് കംപ്ലീറ്റ്നെസ് കൂടുതൽ മനസ്സിലാകണമെങ്കിൽ ഇത് റിയൽ നമ്പേഴ്സിനുള്ള പ്രോപ്പർട്ടിയാണ്, ഇത് റാഷണൽ നമ്പേഴ്സിന് ഇത് ബാധകമല്ല. അപ്പോൾ നമുക്കതിനെ ഒരു ചെറിയ സബ് ഹെഡിങ്ങിൽ നമുക്ക് ഇങ്ങനെ അതിനെ വിശദീകരിക്കാം, ലിമിറ്റേഷൻ ഓഫ് റാഷണൽ നമ്പർ. സോ ഈ ആക്സിയം ഓഫ് കംപ്ലീറ്റ്നെസ്, അതായത് സുപ്രീമം പ്രോപ്പർട്ടി ക്യൂയിൽ വർക്ക് ചെയ്തില്ല എന്ന് കാണിക്കാൻ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സോ ദ എക്സാമ്പിൾ ഗോസ് ലൈക്ക് ദിസ്. എസ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ക്യൂ, റാഷണൽ നമ്പേഴ്സ് ആണ്, സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ ലെസ് ദാൻ 2 ആണെന്ന് വിചാരിക്കുക. ഈ സെറ്റ് എസ് നോൺ എംപ്റ്റി ആണോ? തീർച്ചയായിട്ടും 1 എസ്സിലുണ്ടല്ലോ, അപ്പോൾ എസ് എന്ന് പറയുന്നത് നോൺ എംപ്റ്റി ആണ്. പിന്നെ ബൗണ്ടഡ് അബവ് ആണോ? അതിന് മുമ്പ് സബ്സെറ്റ് ആണോ? റിയൽ നമ്പറിൻ്റെ സബ്സെറ്റുമാണ്. ബൗണ്ടഡ് അബവ് ആണോ? ഓഫ് കോഴ്സ് എസ് ഈസ് ബൗണ്ടഡ് അബവ് ഇൻ ക്യൂ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. വേണേൽ 2നെ നമുക്ക് അപ്പർ ബൗണ്ടഡ് എടുക്കാം. 2 ഈസ് ആൻ ഒബ്വിയസ് അപ്പർ ബൗണ്ട്, അല്ലെങ്കിൽ 3, എനിത്തിങ്, ദർ ഈസ് എൻ ഒബ്വിയസ് അപ്പർ ബൗണ്ട്. അപ്പോൾ 3 കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്നാൽ ആക്ച്വലി ഇതിന് ഒരു സുപ്രീമം ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം. സുപ്രീമം ഓഫ് എസ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 2 ആണ്. ആൻഡ് സ്ക്വയർ റൂട്ട് ഓഫ് 2 ഈസ് വാട്ട്? ഇറ്റ് ഈസ് ആൻ ഇറാഷണൽ നമ്പർ. എന്നാൽ ആക്സിയം ഓഫ് കംപ്ലീറ്റ്നെസ് നോക്കിയേ, അത് ആറിൽ തന്നെ ഉണ്ടായിരിക്കണമെന്നാണ്. അപ്പോൾ 6 കംപ്ലീറ്റ് ആയിട്ട് വരും. എന്നാൽ ഇവിടെ ഇത് does not belong to Q. See? So Q is not complete in that sense. അപ്പോൾ real numbers is more special than rational numbers because it has a completeness property. ആ completeness property actually സുപ്രീമത്തിൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്നാണ് വരുന്നത്. ഓക്കെ.